പയ്യോളി എക്സ്പ്രസ് എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന PT ഉഷ കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ അഭിമാനമായിരുന്നു. ഒരു സംശയവുമില്ല ഇക്കാര്യത്തിൽ. എന്നാൽ രാഷ്ട്രീയം തലക്ക് പിടിച്ച PT ഉഷ തകർത്തതും രാജ്യത്തിന്റെ അഭിമാനത്തെ തന്നെയാണ്. കായിക രംഗത്ത് രാജ്യത്തിന്റെ പ്രതിനിധിയായി BJP സർക്കാർ നിയമിച്ച ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ തന്റെ സമ്മതമില്ലാതെ ആശുപത്രി കിടക്കയിൽ നിന്ന് ഫോട്ടോ എടുത്തതല്ലാതെ തനിക്ക് യാതൊരുവിധ സഹായവും നൽകിയില്ല എന്നാണ് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിഷയം രാഷ്ട്രീയവൽക്കരിക്കുക എന്നത് മാത്രമാണ് PT ഉഷ ചെയ്തത്. ഈ വിഷയത്തിൽ PT ഉഷ ചെയ്തത് കേട്ടാൽ അവരെ കുറിച്ചോർത്ത്, അവർക്ക് നൽകിയ ആദരവിനെ കുറിച്ചോർത്ത് നമ്മൾ തല താഴ്ത്തേണ്ടി വരും. അതായത് വെള്ളിമെഡൽ ഉറപ്പിച്ച ഒരു കായിക താരം ഫൈനലിൽ 100 ഗ്രാമിന്റെ വ്യത്യാസത്തിൽ പുറത്താക്കപ്പെടുന്നത് അട്ടിമറിയാണെന്ന് ഈ രാജ്യത്തെ 140 കോടി ജനങ്ങളും വിശ്വസിക്കുകയാണ്. അതിനെതിരെ പോരാട്ടം നടത്തി സത്യാവസ്ഥ തെളിയിക്കേണ്ടിയിരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഉത്തരവാദപ്പെട്ടവരാണ് PT ഉഷ എന്നിരിക്കെ BJPക്ക് വേണ്ടി ഒരു പകപോക്കലിന് കൂട്ടുനിന്നു എന്നാണ് ഇപ്പോൾ പറയുന്ന തെളിവ്. രാജ്യത്തിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ വിനേഷിനെ ആശുപത്രിയിൽ സന്ദർശിച്ച് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ആശുപത്രി കിടക്കയിൽ വിനേഷിനൊപ്പം ഫോട്ടോ എടുക്കുകയും എന്നാൽ ആ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും മാത്രമാണ് ചെയ്തത്. അതുവഴി ഏറെ ജനശ്രദ്ധ അവർ ആകർഷിച്ചു എന്നത് മാത്രമാണ് ഇതിന്റെ ലാഭം. ഗുസ്തിയെ മാത്രമല്ല, ഈ രാജ്യത്തെ ചതിച്ചുകൊണ്ട് IOA മേധാവി കളിച്ച 100ാം കിട രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നും വിനേഷ് തുറന്നടിക്കുകയാണ്. ഒരു പ്രാദേശിക വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് വിനേഷ് ഫോഗട്ട് PT ഉഷയുടെ ഇരട്ടത്താപ്പ് തുറന്നു പറഞ്ഞത്. രാഷ്ട്രീയത്തിൽ പലതും നടക്കുന്നത് അടഞ്ഞ വാതിലുകൾക്ക് പിന്നിലാണ്. അതുപോലെ പാരീസിൽ ഒളിമ്പിക്സിലും രാഷ്ട്രീയത്തിന്റെ കള്ളക്കളികൾ നടന്നു, അത് ഞങ്ങൾ നേരിട്ട് കണ്ടു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഗുസ്തി നിർത്തരുത് എന്ന് പറഞ്ഞപ്പോഴും തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുസ്തിയെ താൻ ഉപേക്ഷിച്ചത് BJPയുടെ പകപോക്കൽ രാഷ്ട്രീയം കൊണ്ടാണെന്നും അതിൽ PT ഉഷയുടെ കളി ഏറെ വേദനിപ്പിച്ചു എന്നാണ് രാജ്യത്തിന്റെ അഭിമാനമായ വിനേഷ് ഫോഗട്ട് വ്യക്തമാക്കിയത്. യഥാർത്ഥത്തിൽ വിനേഷ് ഫോഗട്ടിന്റെ ചെറിയ നേട്ടമല്ല ഈ രാജ്യത്തിന് വേണ്ടി അവർ നടത്തിയത്. ഒളിമ്പിക്സിൽ ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തി താരമായിരുന്നു വിനേഷ് ഫോഗട്ട്. ഭാരപരിശോധനയിൽ ഒരു 100 ഗ്രാം അധികം കണ്ടെത്തിയതിന് പിന്നാലെയാണ് ആ താരത്തെ ഇനത്തിൽ അയോഗ്യയാക്കി മാറ്റിയത്. അവിടെ ഇടപെടണമായിരുന്നു ഈ രാജ്യം. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട PT ഉഷ എല്ലാം മറന്ന് പ്രവർത്തിക്കണമായിരുന്നു. അവിടെ അഭിമാന കായിക താരത്തെ കൈപിടിക്കേണ്ടുന്ന ഒരാൾ പക്ക രാഷ്ട്രീയം കളിച്ചത് BJPക്ക് വേണ്ടിയായിരുന്നു. നടന്നത് 100% ഗൂഢാലോചനയെന്ന് അവർ തന്നെ പറയുന്നു. രാഷ്ട്രീയം ഏതായാലും ഈ രാജ്യത്തിന്റെ അഭിമാനമാണ് പ്രധാനമെന്ന് കരുതേണ്ടുന്ന ഒരു സമയത്ത് അതിന് തയ്യാറാകാതെ രാഷ്ട്രീയം കളിച്ചു. അങ്ങനെയുള്ള ഒരാളെ എന്തു പേരിട്ട് വിളിക്കണമെന്ന് ഈ രാജ്യം തന്നെ തീരുമാനിക്കട്ടെ.